ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തേത്. ചിഹ്നങ്ങൾ വെച്ചുള്ള വാക്കുകൾ എഴുതാനും പഠിക്കാനും എന്നുള്ള ഭാഗത്ത് ലാസ്റ്റ് ക്ലാസ്. ബാക്കി വേറെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും വരും. ഔ ചിഹ്നം വെച്ചാണ് ഔ ചിഹ്നമാണ് ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നമ്മൾ ഔ ചിഹ്നം എഴുതി, കാ വെച്ചെഴുതി, കായും ഔ ചിഹ്നവും കൗ, പായും ഔ ചിഹ്നവും പൗ, തായും ഔ ചിഹ്നവും തൗ, വായും ഔ ചിഹ്നവും വൗ, മായും ഔ ചിഹ്നവും മൗ. ഫസ്റ്റ് മായിൽ മായും ഔ ചിഹ്നവും മൗ. മൗ എന്ന് വായിക്കും. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് വായിക്കുന്നത്. മൗ. ന അം ചിഹ്നം നം. മൗ നം. മൗ നം. മൗനം. മൗനം. രണ്ടാമത് ഗ ഔ ചിഹ്നം രാ ഈ ചിഹ്നം. രായും ഈ ചിഹ്നവും രീ. ഗായും ഔ ചിഹ്നവും ഗൗ. ഗൗ രീ. ഗൗ രീ. ഗൗരി. പായും ഔ ചിഹ്നം ഡ ഇർ. പായും ഔ ചിഹ്നവും പൗ. പൗ എന്ന് വായിക്കും. ഡ ഇർ. പൗ ഡ ഇർ. ഡ ഇർ. ഡർ. പൗ ഡ. പൗഡ. പൗഡ ഇർ. പൗഡർ. 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 അടുത്ത കായിലാണ്. കാ ഔ ചിഹ്നം താ ഊ ചിഹ്നം കാ അം. അടയാളമാകുമ്പോൾ കമ്മെന്ന് വായിക്കും. തായും ഊ ചിഹ്നവും തോന്ന് വായിക്കും. ആദ്യത്തേത് നമുക്കറിയാം. കൗ. കൗ തു. കൗതു. കൗതുകം. 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 കൗതുകം എന്ന് വായിക്കും. അടുത്തത് ഫായാണ്. ഫായും ഔ ചിഹ്നവും ഫൗ. ഫായും ഔ ചിഹ്നവും ഫൗ. 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 ത ഈ ചിഹ്നം തീ. ഫൗതി. ലാസ്റ്റത്തെ കം. കം. ഭൗതികം. 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 സ ഔ ചിഹ്നം സൗ ആയി. സൗ ജ. സൗജ. സൗജ. ന എഴുതി ഈ ചിഹ്നം യാ എന്നാണ് നമ്മൾ പറയണത്. ന്യ. ന്യ അം. ന്യം. 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 സൗജന്യം. 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 നെക്സ്റ്റ് വരുന്നത് അം. അമ്മാണ് എഴുതുന്നത്. അം ചിഹ്നം എഴുതി. അം ചിഹ്നവും അക്ഷരങ്ങളും കം. വം. എഴുതി അമ്മടയാളം വം. പം. തം. മം. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളിലും നിങ്ങൾ എഴുതി നോക്കണം. എല്ലാ ചിഹ്നവും അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം. വാക്കുകളിലോട്ട് പോവാം. കായും അം ചിഹ്നവും കം. നമ്മൾ അം ചിഹ്നമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കം എന്ന് വായിക്കും. കം. ഈ ചിഹ്നം അറിയാമല്ലോ. യാ എന്ന് പറഞ്ഞു. അപ്പം ബ്യോ. ഓ അടയാളവും കൂടെ ആകുമ്പം ബ്യോ. കം ബ്യോ. ബ്യോ. ട ഇർ. ട ഇർ. ടർ. കമ്പ്യൂട്ടർ. 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 കമ്പ്യൂട്ടർ എന്നാണ് വായിക്കുന്നത്. അടുത്തത് അം ആയും അടയാളവും
എന്ന് വായിക്കും. ഷായും അമ്മടയാളം ശം, 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 അംശം, അംശം. ആയും അമ്മടയാളം എന്ന് വായിക്കും. ബ ഈ ചിഹ്നം ബി, ബി ലാസ്റ്റത്തെ ക, അംബിക, 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 അംബിക എന്നാണ് വാക്ക്. നെക്സ്റ്റ് ബ ഓ ചിഹ്നം ബൂവായി, ബു, അമ്പു. ജായും അമ്മടയാളം ജം, അമ്പു, ജം, അംബുജം, അംബുജം, അംബുജം. അടുത്തത് നമ്മൾ പഠിക്കുന്നതേ എന്നാണ് നമ്മളെല്ലാത്തിലും പഠിക്കുന്നത്. എഴുതുമ്പോഴത്തേക്ക് എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ഗ ത്വം, ത്വം, അംഗത്വം, അംഗത്വം. ലാസ്റ്റത്തെയാണ് നമ്മൾ ഈ പഠിക്കുമ്പോഴത്തേക്ക് അമ്മും ആയും എന്നാണ് അവസാനം വരുന്ന 2 അക്ഷരങ്ങൾ നമ്മൾ പറയുന്ന അമ്മും ആയും. ചിഹ്നവും നമ്മൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതും അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ ചിഹ്നം എഴുതുമ്പോൾ ക, വ, പ, ത, വ. ഏത് അക്ഷരത്തിൻ്റെ കൂടെയാണോ വരുന്നത് ആ സെയിം അക്ഷരം തന്നെയായിരിക്കും നമ്മൾ അതിനും പറയുന്നത്. അപ്പോൾ ഏതാണോ വരുന്നത് അതുപോലെ തന്നെ പറയും. ദ, ഉ നമ്മുടെ ആ ചിഹ്നം. അപ്പോൾ ദു തന്നെയാണ് പറയണത്. ദുഃഖം, 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 ദുഃഖം. അടുത്തത് ഏതാണോ വരുന്നത് അത് അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. ന, മന, മന എന്നായി, മന. അത്രയും മനയായി. അടുത്ത പു, വയാണ് അത് പറയണത്. വം, മനഃപൂർവം, മനഃപൂർവം. അതിന് പ്രത്യേകിച്ച് വേറെ സൗണ്ടോ ഒന്നുമില്ല. മനഃപൂർവം, മനഃപൂർവം. അടുത്തത് നമ. വേറെ അക്ഷരങ്ങളൊന്നും വരുന്നില്ല. നമ. ഈ ചിഹ്നത്തിന് വേറെ സൗണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഏത് അക്ഷരമാണോ വരുന്നത് അത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.